എന്തുകൊണ്ട് നമ്മുടെ നാട്ടിലുള്ള കേരളത്തിലുള്ള യുവാക്കൾ ഒരു റഷ്യയിൽ വന്നിട്ടും അവർ പ്രോപ്പർ ജോബ് കിട്ടിയിട്ട് പോലും അവർ ഒരുപാട് കൂട്ടമായിട്ട് നാട്ടിലേക്ക് തന്നെ പലായനം ചെയ്യുന്നു എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു വ്യക്തമായ ഒരു വീഡിയോ ആണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ വീഡിയോയിലൂടെ ഇതിന്റെ എല്ലാ സാഹചര്യങ്ങളും ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ വോയിസ് ക്ലിപ്പും കാര്യങ്ങളും, ആളുകൾ പറയുന്ന വോയിസ് ക്ലിപ്പും കാര്യങ്ങളൊക്കെ ഈ വീഡിയോയിലൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇവിടെ ജോലി കിട്ടിയിട്ട് പോലും ഇവിടെ നിൽക്കാതെ നാട്ടിലേക്ക് തന്നെ തിരിച്ചു പോകാനുള്ള ഇത്രയും ഒരുപാട് ആളുകൾ, ഇഷ്ടം പോലെ ആൾക്കാർ വലിയ എമൗണ്ട് 5 ലക്ഷം 6 ലക്ഷം രൂപയൊക്കെ കൊടുത്തിട്ട് വന്നിട്ട് ജോലി കിട്ടിയിട്ട് പോലും ആളുകൾ നാട്ടിലേക്ക് തിരിച്ചു പോകേണ്ട ഒരു സാഹചര്യം വരുന്നത് എന്തുകൊണ്ട് എന്നുള്ളതിനെ കുറിച്ചൊക്കെയാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യരുത്. വീഡിയോ സ്കിപ്പ് ചെയ്തിട്ട് നിങ്ങൾ പകുതി നിന്നുകൊണ്ട് എനിക്ക് മെസ്സേജ് ആയിട്ട് കാര്യമില്ല. നിങ്ങൾ വീഡിയോ ഫുൾ ആയിട്ട് കണ്ടു കഴിഞ്ഞാൽ മാത്രമേ ഇതിനുള്ള വ്യക്തമായിട്ടുള്ള ഒരു ആൻസർ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ എല്ലാവർക്കും മല്ലു ലൈഫ് ഇൻ റഷ്യ എന്ന പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമുക്ക് അവരുടെ വോയിസ് ക്ലിപ്പ് എന്താണെന്നുള്ളത് നമുക്ക് കേൾക്കാം. നമ്മളോട് പറഞ്ഞതെന്ന് വെച്ചാല് നാട്ടിൽ നിന്ന് ഇങ്ങനെയൊന്നല്ല പറഞ്ഞേ, ഇവിടെ വന്നിട്ട് നമ്മളോട് ഡെയിലി ഇത്ര ബോക്സുകൾ എടുക്കണോ അങ്ങനെ ഇങ്ങനെയാന്നൊക്കെയാണ് പറയുന്നത്. നാട്ടിൽ നിന്ന് പറഞ്ഞത് ഒരു ദിവസം നമ്മളോട് പാക്കിംഗ് എന്ന് പറഞ്ഞിട്ട് മെയിനായിട്ട് ഇവിടെ കൊണ്ടാകുന്നത് ഒരു 150 ഒരു ബോക്സിൽ 150 ഷാമ്പു പാക്കറ്റ് അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞത് നമ്മളോട്. അപ്പം നമ്മൾ കേൾക്കുമ്പോൾ വിചാരിച്ചു ഈസിയാണ്, നമ്മളെ കൊണ്ട് കഴിയുന്ന കാര്യങ്ങളാണ്. ഏറ്റവും കുറഞ്ഞത് 68,000 രൂപ ബേസിക് സാലറി കിട്ടുന്ന പറഞ്ഞത്. ഇവിടെ ഒരു മണിക്കൂറിന് 240 റൂബിളാണ് ഇവിടുത്തെ യൂറോപ്യൻ നിയമം പോലെ ഇവിടെ കൊടുക്കുന്നത് പേയ്മെൻറ്റ് ജനറൽ വർക്കേഴ്സിന്. പിന്നെ ഇതൊക്കെ കേട്ടിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. ഫുഡ് റൂം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു റൂമിൽ 5 ആൾ. ഇവിടെ നോക്കുമ്പോൾ ഒരു റൂമിൽ നമ്മൾ കടത്തിക്കുന്നത് 14 ആൾക്കാരെയാണ്. ഇവിടുത്തെ റൂൾ അങ്ങനെയാണ്, ഒരു ബാത്റൂം തരാൻ പറ്റും അങ്ങനെയാന്നൊക്കെ പറഞ്ഞിട്ട്. നാട്ടിൽ നിന്ന് ഇങ്ങനെയൊന്നല്ലായിരുന്നു നമ്മളോട് പറഞ്ഞത്. പിന്നെ ഇത്ര പുലർച്ചെ 4 മണിക്ക് ബസ് കയറണം, 6 മണിക്ക് ഡ്യൂട്ടി സ്ഥലത്ത് എത്തണം, ഫുഡ് റൂമും അല്ല കമ്പനിയും റൂമും ഇത്ര ഡിസ്റ്റൻസിലാണുള്ളത്. ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മോട് പറഞ്ഞത് പോലും ഇല്ല. നമ്മളിപ്പോൾ ഒരു ദിവസം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് 14 to 15 അവറാണ്, ട്രാവലിങ്ങും എല്ലാം ചേർത്ത്. നമ്മുടെ അത്രയും റെസ്റ്റ് ടൈമും കാര്യങ്ങളും ഒക്കെ പോവുകയാണ് ചെയ്തത്. റെസ്റ്റ് ഇല്ല ശരിക്കും പറഞ്ഞാൽ. 8 മണിക്ക് വന്നാൽ ഭക്ഷണം കഴിഞ്ഞ് ബാത്റൂമിലെല്ലാം പോയി കിടക്കുമ്പോൾ 9:30 മണിയാവും. 9:30ക്ക് കിടന്നാൽ പുലർച്ചെ 2:30 3 മണിക്ക് നമ്മൾ എണീക്കണം. എന്നിട്ട് അവിടെ ബോക്സ് എടുത്ത് വെക്കാൻ പോയാൽ പറയുന്ന കാര്യങ്ങൾ എന്ന് വെച്ചാൽ, കമ്പനിയിൽ പോയാൽ നിങ്ങൾ ഒരു ദിവസം 1300 ബോക്സ് എടുത്ത് വെക്കണം. ഈ 1300 ബോക്സും നമ്മൾ എടുത്ത് വെക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു എന്താണെന്ന് പറയുക, വെയർ ഹൗസ് അറിയാലോ, ഏകദേശം കണക്ക് പറഞ്ഞാൽ ഒരു 3-4 ഏക്കറിൻ്റെ അടുത്തുണ്ട് വെയർ ഹൗസിൻ്റെ ചുറ്റളവ് തന്നെ ഏകദേശം. അതിലൂടെ നമ്മൾ നടന്നു പോയി ഈ ക്രേറ്റും പിടിച്ച് നടന്നു പോയി, വലിയ ക്രേറ്റ് 950 kg കൊള്ളുന്ന ക്രേറ്റ് നടന്ന് വലിച്ചു കൊണ്ടുപോയി എടുത്ത് ഓരോന്ന് പിക്ക് ചെയ്ത് ഇടണം. ഒരു ദിവസം നമ്മൾ കുറഞ്ഞത് ഫോണിൽ ഞാൻ നോക്കിയപ്പോൾ കുറഞ്ഞത് നമ്മൾ നടക്കുന്നത് 17 കിലോമീറ്ററിൻ്റെ അടുത്താണ് നടക്കുന്നത്. ഇങ്ങനെയൊന്നുമല്ലായിരുന്നു നാട്ടിൽ നിന്ന് പറഞ്ഞത്. ഇങ്ങനെ നടന്നുകൊണ്ടാണ് സാധനം ലോഡിംഗ് ആണ് പരിപാടി, ഇങ്ങനെയൊന്നുമല്ല ഞങ്ങളോട് പറഞ്ഞത്. 1300 ബോക്സ് ഒരു ദിവസം എടുത്ത് വെക്കുന്ന വെച്ചാൽ മനുഷ്യനെ കൊണ്ട് പോസിബിൾ അല്ല എന്ന് പറഞ്ഞല്ല. ചില നീഗ്രോക്കാരുണ്ട്, നൈജീരിയക്കാരൊക്കെ, അവരൊക്കെ 1000 ബോക്സ് എടുക്കുന്നുണ്ട്. എന്നാലും അവർ പറഞ്ഞ ടാർഗറ്റ് 1300 ബോക്സ് ഇന്നൊരു ദിവസം എടുത്താൽ പിന്നെ ഡെയിലി വർക്കിന് പോകണമല്ലോ. ഒരു ദിവസം എടുത്തായി, പിന്നെ അടുത്ത ദിവസം അതിൻ്റെ അപ്പുറത്തെ ദിവസം അതിൻ്റെ ഇത് കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്, കൂടി വരികയല്ലേ. അത്രത്തോളം എഫേർട്ട് എടുത്തിട്ടാണ് ഒരു ദിവസം മാക്സിമം 1000 ബോക്സ് എടുക്കുന്നത്. നമ്മൾ ഡെയിലി പണിക്ക് പോകുന്നതാണെങ്കിൽ നമ്മളെ കൊണ്ടാകുന്നത് വെച്ചാൽ, ശരാശരി മനുഷ്യനെ കൊണ്ടാകുന്നത് വെച്ചാൽ 500 ബോക്സ്. 1300 ബോക്സ് ഡെയിലി ടാർഗറ്റ് ആയിട്ട് നമ്മൾ എടുക്കുകയും വേണം. നടക്കുന്ന കാര്യമല്ല അത്. പുലർച്ചക്ക് 4 മണിക്ക് ബസ് കയറുന്നതിന് മുമ്പ് ഒരു ബ്രെഡും കഴിച്ചിട്ടാണ് നമ്മൾ കയറുന്നത് ബസ്സിൽ. പിന്നെ ഉച്ചക്കത്തെ ഒരു ചോറിനാണ് ബ്രേക്ക്. ചോറിന് ബ്രേക്ക് എന്ന് പറഞ്ഞാൽ 1:20 ബ്രേക്ക് കൊടുത്താൽ 1:40 പിന്നെ വർക്കിന് കയറണം. എനിക്ക് കയറി വരാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇതിപ്പോൾ ഇർഫാൻ വന്നായിരുന്നു. ഇർഫാൻ വന്നിട്ട് നാളെ ഈ 5 പേര് പേര് കൊടുത്തിട്ടുണ്ടല്ലോ, എനിക്ക് താല്പര്യമുള്ള 5 പേര്, അതായത് നമ്മുടെ റൂമിൽ 4 പേരും പിന്നെ പങ്കജ് എന്ന് പറയുന്നൊരു വിഷയമുണ്ട്.
അതിനെ കൂടെ വിളിച്ചുകൊണ്ട് പോയി ഡിമിത്രി എടുത്ത് റിക്വസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞു ടിക്കറ്റ് എടുത്ത് കൊടുക്കാനേ. അവൻ പറയുന്നത് കമ്പനി ഭയങ്കര ലോസിലാണ് പോകുന്നത്, നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് രക്ഷപ്പെടുന്നേ നല്ലതെന്ന്. എടാ അവൻ പറഞ്ഞ കാര്യമാണ് നിനക്ക് ഇപ്പൊ ഗ്രൂപ്പിൽ അവൻ പറഞ്ഞ, അതായത് നമ്മള് പ്രൊഡക്ടിവിറ്റി കുറവാണ്, 100 ബോക്സ് എടുക്കണം പെർ അവറിൽ. അതാ റീസൺ പറയുന്നത്. ഇവിടുന്ന് പോവാ, എന്നിട്ട് കാര്യമൊന്നുമില്ല. നീ എന്താ പറഞ്ഞ ഈ മാസം കറക്റ്റാണ് അവന്മാർ പണിക്കൊണ്ടേ ഇരിക്കും, നമ്മളെല്ലാ മാസം ഇട്ട് ഇങ്ങനെ പണ്ണു അവന്മാര്. എന്തിനാ വെറുതെ ഇവിടെ നിൽക്കുന്ന മയിര്? നീ കറക്റ്റ് ഡിസിഷൻ എടുത്ത. ഓക്കെ, അപ്പോൾ നിങ്ങൾ വോയിസ് ക്ലിപ്പ് കേട്ടിരിക്കുന്നു വിചാരിക്കുന്നു. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ഒരു പോയിന്റ്സ് എന്താണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി കാണും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ മെയിനായിട്ടുള്ള റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഏറ്റവും കൂടുതൽ സംഭവിക്കുന്നത് നമ്മുടെ ഈ ഒരു വർക്ക് വിസയിലാണ്. വർക്ക് വിസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല കമ്പനികളും ഉണ്ട്. അതായത് ഞാൻ എടുത്തു പറയുന്ന ഒരു ചില കമ്പനികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വന്നിട്ടുള്ള പല കമ്പനികളിൽ നിന്നുള്ള ആൾക്കാരെ സിറ്റുവേഷനാണ്. ഞാൻ കമ്പനിയുടെ പേരുകളും കാര്യങ്ങളൊന്നും എടുത്തു പറയുന്നില്ല. നിങ്ങൾ എങ്ങനെ അറിയണമെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയണമെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് കഴിഞ്ഞാൽ ഏത് കമ്പനിയാണ് ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ ആളുകൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് വ്യക്തമായിട്ട് വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ എന്നിരുന്നാലും നമുക്ക് ഇതിൻ്റെ കാരണങ്ങൾ ഒന്നാമെന്ന് പറഞ്ഞാൽ ഒരു ടാർഗറ്റ് കൊടുക്കുകയാണ്. അതായത് നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്ന ഒരു ആളുകൾക്ക് ഒരു ടാർഗറ്റ് കൊടുക്കുക. അത് 12 മണിക്കൂർ കഠിനമായിട്ടുള്ള ജോലി. അതിൽ കഠിനമായ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റോ 2 മിനിറ്റ് പോലും 5 മിനിറ്റ് ഇരുന്ന് കഴിഞ്ഞാൽ അപ്പം തന്നെ അടുത്ത ജോലി. പിന്നെ നമുക്കൊരു ഫ്രീഡം എന്ന് പറഞ്ഞ സാധനമില്ല. ജോലി അത്രയും കഠിനമായിട്ട് നമ്മളെ ഇട്ട് നരകിപ്പിക്കുക എന്നൊക്കെ പറയില്ല. ഒരു നരകിപ്പിച്ചിട്ട് അവർക്ക് കൊടുക്കുന്ന സാലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 35,000 റൂബിളൊക്കെയാണ്. അതായത് ഇത്രയും കഷ്ടപ്പെടുത്തി 12 മണിക്കൂർ പണിയെടുപ്പിച്ചിട്ട് കൊടുക്കുന്ന സാലറി 35,000 രൂപ. 5-6 മാസമായിട്ടും അവർക്കും കൊടുക്കുന്നത് 35,000 റൂബിൾ മാത്രമാണ്. നമ്മുടെ നാട്ടിലത്തെ ഒരു 35,000 തന്നെ ഓൾമോസ്റ്റ്. പക്ഷേ ഇങ്ങനെ സംഭവിക്കാനുള്ള കാരണം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന ഏജന്റുമാരുണ്ടല്ലോ, ഇവർക്ക് ഈ കമ്പനിയുമായിട്ടുള്ള ഒരു കോർപ്പറേറ്റ് ആയിട്ട് സംസാരിക്കാൻ അറിയുന്നില്ല. റഷ്യൻ ലാംഗ്വേജ് എങ്ങനെ അവരായിട്ട് സംസാരിച്ച് ഈ കൊണ്ടുവരുന്ന ഏജൻസികൾക്ക് അവർക്ക് എങ്ങനെ പ്രോപ്പറായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ട് അവർക്ക് സാധിക്കുന്നില്ല. അതാണ് മെയിൻ ആയിട്ടുള്ള ഒരു റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം ഒരു ലാംഗ്വേജ് ഫ്ലുവൻസി അവർക്കില്ല. അവർക്കിടയിൽ അതായത് അതിന്റെ ഡയറക്ടർ, ഇവിടെ നച്ചൽനിക്ക് എന്ന് പറയും, ഈ നച്ചൽനിക്കുമായിട്ട് അതിന്റെ ഓണറും നച്ചൽനിക്ക് അതിൽ ഒന്ന് തന്നെയാണ്. അപ്പോൾ അവരായിട്ട് സംസാരിച്ചിട്ട് അത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർക്ക് പറ്റുന്നില്ല. അപ്പോൾ ഈ കമ്പനീന്റെ ഓണർമാർ അവരെ മുതലെടുക്കുകയാണ്. അവരെ കൊണ്ട് വളരെ കഠിനമായിട്ടുള്ള ജോലികൾ എടുപ്പിക്കുക. കാരണം എന്ന് വെച്ചാൽ ഈ വിസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റഷ്യൻസിനാണ് ഈ വിസ ആദ്യമായിട്ട് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് റഷ്യൻ സിറ്റിസൺസിനാണ് ഈ വിസ പ്രൊവൈഡ് ചെയ്യുക. റഷ്യൻ സിറ്റിസന് പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് ഗവൺമെന്റ് റഷ്യനിൽ നിന്നുള്ള ആൾക്കാർ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ വിസ കൊടുക്കുന്നത് ഫസ്റ്റ്. അത് ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു ഇവിടെ, ഒന്നുകൂടി ഞാൻ സൂചിപ്പിക്കാം. അപ്പോൾ റഷ്യൻസ് ഇങ്ങനെയുള്ള ജോലികൾക്ക് ചെയ്യാൻ തയ്യാറാവില്ല. കാരണം വെച്ചാൽ ഇത്രയും കഠിനമായ ജോലിക്ക് 35,000 രൂപയ്ക്കൊന്നും റഷ്യൻസ് പണിയെടുക്കൂല. അപ്പോൾ അങ്ങനെ പണിയെടുക്കാത്ത വരുന്ന സാഹചര്യത്തിൽ ഈ കമ്പനി ഓണർമാർ നേരെ റഷ്യൻ ഗവൺമെന്റിനെ സമീപിക്കുകയാണ്. അവരെ സമീപിച്ചിട്ട് അവരുടെ അടുത്ത് പറയും, നമുക്ക് ഇവിടുന്ന് റഷ്യൻസിനെ കിട്ടുന്നില്ല, നമ്മുടെ കമ്പനി സ്ഥലത്തേക്ക് ആളുകളെ വേണം. അപ്പോൾ നമുക്ക് പുറത്തുനിന്നുള്ള ആളുകൾ എടുക്കാനുള്ള കമ്പനീൻ്റെ ആളുകൾ എടുക്കാനുള്ള പിന്നെ ഒരു അലൗഡ് പേപ്പർ റെസർവേഷ്യ എന്ന് പറയും, റെസർവേഷ്യ എനിക്ക് വേണം എന്ന് പറഞ്ഞുകൊണ്ട് ഗവൺമെന്റിലേക്ക് അപ്ലൈ ചെയ്യും. അപ്പോൾ ഗവൺമെന്റിലേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ആ കമ്പനീൻ്റെ ഡീറ്റെയിൽ, ആ കമ്പനി പ്രോപ്പറായിട്ട് നേരത്തെ ആ കമ്പനിയിൽ വർക്ക് ചെയ്ത ആൾക്കാർ ടാക്സ് പേയ്മെന്റ് ചെയ്തിട്ടുണ്ടോ എല്ലാം അന്വേഷിച്ചതിന് ശേഷം മാത്രമാണ് അവർക്ക് ഒരു ഇരസ്ത്രാന ഗ്രാസ്ദാനിൻ, അതായത് ഇന്റർനാഷണൽ സിറ്റിസണ് റഷ്യയിലേക്ക് കൊണ്ടുവരാനുള്ള പെർമിഷൻ ഗവൺമെന്റ് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ആ ഒരു പെർമിഷൻ കിട്ടിയതിന് ശേഷം അപ്പോൾ ഒരു പിസ്മ എന്ന് പറഞ്ഞ സംഭവം നമുക്ക്, അപ്പോൾ ഏജന്റുമാർ അവിടെ പണി തുടങ്ങും. അവരുടെ പണികൾ അവിടെ സ്റ്റാർട്ടാവും. അതായത് അന്ന് മുതൽ അവരെന്താക്കും, ആളുകളെ പിടിക്കാനുള്ള ഒരു ശ്രമം നടത്തും. അത് കാരണം വെച്ചാൽ ഗവൺമെന്റിൽ നിന്നുള്ള ഓർഡർ കിട്ടി. കാരണം ആളുകളെ പുറത്തുനിന്നുള്ള ആളുകളെ കൊണ്ടുവരാനുള്ള പെർമിഷൻ കിട്ടി. അപ്പോൾ ഏജന്റുമാർ ഇതിനുണ്ട് ഓണർ പറയും, ഓണറായിട്ട് ഡയറക്റ്റായിട്ട് പരിചയമുള്ള ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഓണർ പറയും, ഓക്കെ നിങ്ങൾക്ക് പുറത്തുനിന്നുള്ള ആളുകളെ കൊണ്ടുവരാൻ പറ്റുമോ, ഈ എമൗണ്ടിൽ, ഈ ചെറിയ എമൗണ്ടിൽ കൊണ്ടുവരാൻ പറ്റുമോ. അപ്പോൾ നമ്മളെ നാട്ടിലെ ആൾക്കാർ 35,000 രൂപ എന്നൊക്കെ പറയുമ്പോൾ INR എന്നൊക്കെ പറയുമ്പോൾ പല ആളുകളും റിജക്ഷൻ ചെയ്യും. പക്ഷെ നാട്ടിലെ അൺഎംപ്ലോയ്മെന്റ് റേറ്റ് വളരെ കൂടുതലാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ പല ആൾക്കാരും പറയും, ഓക്കെ 35,000 35,000 ഞാൻ വരാൻ തയ്യാറാണ്, 5-6 ലക്ഷം രൂപ കൊടുത്തിട്ട് വരാൻ തയ്യാറാണ്. പക്ഷെ വളരെ തുച്ഛമായ ശമ്പളത്തോടു കൂടിയ ശമ്പളം പറഞ്ഞിട്ട് പോലും ആളുകൾ അവർ റെഡിയാണ് റഷ്യയിലേക്ക് വരാൻ. എങ്ങനെയെങ്കിലും നാട്ടിൽ നിന്ന് രക്ഷപ്പെടണം എന്നുള്ള ഒറ്റ ഉദ്ദേശത്തോടു കൂടിയാണ് ഇവർ അത്രയും വലിയ തുക കൊടുത്ത് റഷ്യയിലേക്ക്
കയറി വരാൻ തയ്യാറാവുന്നത്. അപ്പോൾ ഈ ഈ ഇതിൽ അത് ഈ കമ്പനി ഓണർമാർക്ക് വളരെ യൂസ്ഫുൾ ആണ്. കാരണം 35,000 രൂപ എന്നൊക്കെ പറയുമ്പോൾ 35,000 രൂപയ്ക്ക് എന്ന് പറയുമ്പോൾ ചെറിയ ശമ്പളമാണ്. അതിൽ ചിലവർക്ക് അക്കോമഡേഷൻ കൊടുക്കും, ഒന്നെങ്കിലും ഫുഡ് കൊടുക്കും, അതിൽ ഒന്നെങ്കിലും ഒന്നേ കൊടുക്കത്തുള്ളൂ. ഈ 30,000 രൂപ അതിൽ നിന്ന് അക്കോമഡേഷൻ കൂടി എന്താ ഉണ്ടാവും? അതിൽ 20,000 രൂപ നിങ്ങളുടെ കയ്യിൽ ബാലൻസോ എന്താണ്? പലരും വളരെ കഠിനമായ രീതിയിലുള്ള, ഞാൻ അതിന്റെ തെളിവ് ഞാൻ നേരത്തെ വീഡിയോയിലെ വോയിസ് ക്ലിപ്പിലൂടെ നിങ്ങൾക്ക് കേൾപ്പിച്ചു തന്നിട്ടുണ്ട്, കുറച്ച് പേര് പറയുന്ന വോയിസ് ക്ലിപ്പും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇങ്ങനെയാണ് സിറ്റുവേഷൻ ഇവിടെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻസ് മുതലെടുക്കുന്ന കുറച്ച് ആളുകളുണ്ട്, നിങ്ങൾക്കറിയാം. അത് ഇപ്പോൾ ഈ ജുബി ഇതൊക്കെ പറഞ്ഞിട്ടുള്ള ഇവനൊന്നും ഞാൻ അതിൽ ഇൻക്ലൂഡ് ആക്കുന്നില്ല. എന്നാൽ പോലും ഇവനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ക ഫ്രോഡാണ്. അപ്പം അതിന്റെ തെളിവും കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയിലൂടെ ഓൾറെഡി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ എന്നാൽ പോലും ഇപ്പം ഇവന്റെ ഒരു പരിപാടി, ഇപ്പം എൻ്റെ വീഡിയോന്റെ താഴെ കൊണ്ടുവന്നിട്ട് നമ്മൾ ജെന്യൂൻ ആയിട്ടുള്ള ഇൻഫർമേഷൻ ജനങ്ങളിലേക്ക് സ്പ്രെഡ് ചെയ്യുന്ന സമയത്ത് ഇത് ഇവനെ ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ ഇവനിങ്ങനെ കമ്പനി വിസ എടുത്തിട്ട് ആളുകളെ പറ്റിക്കുക എന്നുള്ള ഒറ്റൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ഇവൻ ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. നാട്ടിൽ നിന്ന് മൈഗ്രേറ്റ് ചെയ്ത് വരുമ്പം സാലറിൻ്റെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുക. എങ്ങനെയാണ് സാലറി, ടാക്സ് കഴിഞ്ഞിട്ട് എത്ര സാലറി കിട്ടും, എല്ലാ കാര്യങ്ങളും നിങ്ങൾ അന്വേഷിച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾ ഒരിക്കലും എടുത്തു ചാടി ഒരു തീരുമാനം എടുക്കരുത്. നിങ്ങൾ വരുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ ഒരു തീരുമാനം എടുക്കുക. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ ഒരുപാട് ചതിക്കുഴികൾ സംഭവിക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, ഇൻഡയറക്റ്റ് ആയിട്ട് പ്രൊമോട്ട് ചെയ്യുന്ന ചില ഉഡായിപ്പ് ഏജന്റുമാരൊക്കെ നിങ്ങൾക്ക് ഡയറക്റ്റ് കാണാം. അതിന്റെ വീഡിയോയിലൂടെ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇൻഡയറക്റ്റ് ആയിട്ട് എങ്ങനെ ഡയറക്റ്റ് അല്ലാതെ ഇൻഡയറക്റ്റ് ആയിട്ട് പ്രൊമോട്ട് ചെയ്യുന്ന, അതായത് ഒരുത്തനെ വെച്ചിട്ട് പ്രൊമോട്ട് ചെയ്യാൻ അവന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ, എൻ്റെ വീഡിയോന്റെ ഡിസ്ക്രിപ്ഷന്റെ താഴെ അവന്റെ ലിങ്ക് ഉണ്ട്, അത് കണ്ട് നോക്കിയാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ലോജിക്കായിട്ട് ബുദ്ധിയുള്ള ആളുകൾക്ക് മനസ്സിലാവും തട്ടിപ്പിന്റെ ആ ഒരു ഉറവിടം എവിടെ നിന്നാണ് വരുന്നത് എന്നുള്ളത്. അത് എവിഡൻസ് ഇല്ലാതെ ആളുകൾക്ക് ഒന്നും വിശ്വസിക്കൂല, അത് ഉറപ്പാണ്. ഈ ഒരു സാഹചര്യത്തിൽ എല്ലാവർക്കും എവിഡൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എവിഡൻസോട് കൂടിയാണ് ഞാൻ ഓരോ വീഡിയോയും ചെയ്യുന്നത്. ഞാൻ ചെയ്യുന്ന വീഡിയോയിലൊന്നും തട്ടിപ്പോ കളവ് ഒന്നുമില്ല. നിങ്ങൾക്ക് പല പക്ക ഏജന്റുമാരെ ബിസിനസ്സിനെ ബാധിക്കുന്ന രീതി കൊണ്ടാണ് അവന്മാർ ഇങ്ങനെ എനിക്കെതിരെ വളരെ മോശമായ രീതിയിൽ ചെയ്യുന്നത്. പക്ഷെ വിസ ലാഗിങ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. വിസ ലാഗിങ് വന്നാലും എല്ലാവർക്കും വിസയും കാര്യങ്ങളൊക്കെ കിട്ടും. ഒരു കാര്യത്തിലും പേടിക്കാനില്ല. എല്ലാ കാര്യങ്ങളും അതിന്റെ പ്രോപ്പർ രീതിയിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ പെട്ടെന്ന് എടുത്തു ചാടി ഇതിനെക്കുറിച്ച് യാതൊരു നോളജും ഇല്ലാത്ത, ഒരു ബേസിക് ആയിട്ട് റഷ്യൻ ലാംഗ്വേജ് പോലും അറിയാത്ത, ഒരു ഡോക്യുമെന്റ് പോലും എടുത്തു കാണിക്കാൻ പറ്റാത്ത ആളുകൾ കയ്യിൽ കൊണ്ടുപോയി ക്യാഷ് കാര്യങ്ങളൊന്നും കൊടുക്കരുത്. അതിന്റെ ഇടയിൽ വളരെ നമ്മളെ വീഡിയോന്റെ താഴെ കൊണ്ടുവന്നിട്ട് പല രീതിയിലുള്ള മോശമായിട്ടുള്ള കമന്റും കാര്യങ്ങളൊക്കെ, അതൊന്നും ഞാൻ മുഖവിലൊക്കെ എടുക്കാറില്ല. ഞാൻ അതൊക്കെ തള്ളിക്കളയാറാണ് ചെയ്യാറുള്ളത്. പക്ഷെ എന്നാൽ പോലും ചില ആൾക്കാരൊക്കെ അത് വിശ്വസിക്കുന്ന ആളുകൾ വിശ്വസിക്കില്ല. നിങ്ങളെ വിശ്വാസം നിങ്ങളെ രക്ഷിക്കട്ടെ എന്നാണ് നമ്മളെ യേശു ക്രിസ്തു പറയുന്നുണ്ട് ഒരു ഇതിൽ. അപ്പോൾ അതാണ് എനിക്കും നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ നിങ്ങളെ വിശ്വാസം നിങ്ങളെ രക്ഷിക്കട്ടെ. അപ്പോൾ എന്തിരുന്നാലും ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ പക്ക ക്ലിയർ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾ ഒരുപാട് ആഗ്രഹങ്ങളും എക്സ്പെക്റ്റേഷനും വെച്ചൊന്നും റഷ്യയിൽ വരാൻ നിൽക്കണ്ട. റഷ്യയുടെ ഒരു ഭാഗം മാത്രമേ നിങ്ങൾ കാണുന്നുള്ളൂ, മറ്റൊരു ഭാഗം കൂടിയുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ജോലി എടുക്കുക, അത്യാവശ്യം ഇപ്പോൾ വന്ന ആൾക്കാർ, ഞാനിപ്പം ഒരു 46ഓളം പേര് ഓൾമോസ്റ്റ് റഷ്യയിൽ ഇപ്പോൾ വന്നിട്ടുണ്ട്. പല രീതിയിലും പല വിസയിലും ഒക്കെ ആയിട്ട് പല ആൾക്കാരും വന്നിട്ടുണ്ട്. അവർക്കൊക്കെ പ്രോപ്പറായിട്ട് നമ്മൾ കമ്പനിയിൽ നിന്ന് ഡയറക്റ്റ് ഇൻവിറ്റേഷനും കോൺട്രാക്റ്റും വാങ്ങിച്ചു കൊടുക്കുക. അപ്പോൾ ആ കോൺട്രാക്റ്റും ഇൻവിറ്റേഷനും വഴി വന്നിട്ട് ആൾക്കാർക്ക് ഇന്നേ വരെ അവർക്കൊന്നും യാതൊരു തരത്തിലുള്ള പ്രോബ്ലംസോ കാര്യങ്ങളോ ഇല്ല. പക്ഷേ അങ്ങനെ എന്തെങ്കിലും രീതിയിൽ പ്രോബ്ലംസ് ഉള്ള ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഇവന്റെ ശിങ്കടികളായിരിക്കും. ആ ശിങ്കടികൾ മാത്രം വന്നിട്ട് കുറച്ച് ശിങ്കടികൾ, ഇവന്റെ ഒരു ഗ്രൂപ്പ് ഉണ്ട്, ആ ഗ്രൂപ്പ് ശിങ്കടികൾ മാത്രമായിരിക്കും വന്നിട്ട് മോശമായ കമന്റ് എടുക്കുക. കാരണം ഇവൻ തന്നെ 2 മൊബൈലുണ്ട്. ആ 2 മൊബൈലിൽ 2 ജിമെയിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചും മെസ്സേജ് അയക്കുകയാണ്. അത് ചിന്തിക്കാൻ, കുറച്ചൊന്ന് ചിന്തിക്കാൻ കഴിയുള്ളവർക്ക് അത് മനസ്സിലാവും. അവൻ പക്ക ഫ്രോഡാണ്. അത് നിങ്ങൾക്ക് അവൻ എന്നിട്ട് ഇപ്പം അവൻ ചിരിച്ചിട്ടും മറ്റെന്താ പറയുക സ്വീപ്പാക്കി ഞാൻ അങ്ങനെയല്ല. ഞാൻ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് എടുത്ത് നിങ്ങൾ മുമ്പിൽ പറയാം. ഞാൻ അതേപോലെ എനിക്ക് ചിരിച്ചിട്ട് അവനെ ഇൻസൾട്ടാക്കി സംസാരിക്കും. പക്ഷെ ഞാനും അവനും തമ്മിൽ ഒരുപാട് വ്യത്യാസം ഉണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ഞാൻ അവന്റെ ആ സ്റ്റാൻഡേർഡ് നിൽക്കത്തില്ല. ഞാൻ ചിരിച്ചും അവൻ ഇൻസൾട്ടാക്കിയിട്ടും ഞാൻ വീഡിയോ ചെയ്യുന്നില്ല. കാരണം ഞാൻ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് നിങ്ങളുടെ മുമ്പിൽ പറയുന്നത്. ഞാൻ തുപ്പൽ വിഴുങ്ങി അങ്ങനെയൊക്കെ പറഞ്ഞ് എന്നെ വളരെ മോശമായ രീതിയിൽ ഇൻസൾട്ട് ചെയ്യുന്നവനാണ് അവൻ ഇൻസൾട്ട് ചെയ്തോട്ടെ, എന്ത് വേണമെങ്കിലും അവൻ ചെയ്തോട്ടെ. പക്ഷെ ഞാൻ അവനെ പോലെ കാണിക്കാൻ തുടങ്ങിയാൽ ഞാനും അവനും തമ്മിൽ എന്താണ് വ്യത്യാസം? സെയിം അല്ലേ? അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയാണ്, നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ, നിങ്ങൾ
നിങ്ങൾക്ക് വിശ്വാസമുള്ള ആളുകളായിട്ട്, ട്രസ്റ്റബിൾ ആയിട്ടുള്ള ആളുകളായിട്ട് മാത്രം കൊടുക്കുക. ഞാൻ ഒരിക്കലും നിങ്ങളോട് പറയുന്നില്ല എൻ്റെ കയ്യിൽ പേപ്പർ തരുന്നു, ഞാനൊന്നുമല്ല വിസ ചെയ്യുന്നത്, ഞാനൊന്നുമല്ല ഇതിൽ, എനിക്ക് യാതൊരു പങ്കുമില്ല. ഞാൻ വീണ്ടും വീണ്ടും എടുത്തു പറയുകയാണ്, ഇതിൽ യാതൊരു പങ്കുമില്ല. നിങ്ങൾക്കുള്ള കൺസൾട്ടൻസി, അതായത് കൺസൾട്ടൻസിയുമായി ബന്ധപ്പെട്ട പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ എനിക്ക് ഇവിടെ നിന്നുകൊണ്ട് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അതിനുള്ള ലൈസൻസും കാര്യങ്ങളൊക്കെ എൻ്റെ കയ്യിലുണ്ട്. കൺസൾട്ടൻസി മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ. നിങ്ങൾക്ക് ഒരു കമ്പനി വിസ ചെയ്യുന്നുണ്ടെങ്കിൽ ആ കമ്പനി ഡയറക്റ്റ് ആണ് നിങ്ങൾക്ക് വിസ കോൺട്രാക്ട് ഇൻവിറ്റേഷൻ തരുന്നത്. പിന്നെ ഈ കമ്പനികളെ കുറിച്ച് വളരെ മോശമായ രീതിയിൽ ഈ ജുബി എന്ന് പറഞ്ഞവൻ വളരെ മോശമായ രീതിയിൽ സംസാരിച്ചിട്ടുണ്ട്. നിങ്ങൾ ആർക്കും രക്ഷപ്പെടുത്താൻ പറ്റില്ല, അങ്ങനെ രക്ഷപ്പെടുത്താൻ പറ്റുന്നില്ല. ഒരുപാട് ആളുകൾ നിങ്ങളുടെ മുമ്പിൽ ഞാൻ തെളിവിലായിട്ട് ഒരുപാട് വീഡിയോസ് കാണിച്ചു തന്നിട്ടുണ്ട്. ഇത്രയും 3 കൊല്ലമായിട്ട് റഷ്യയിൽ വന്നിട്ട് തിരിച്ചു പോയ ആൾക്കാരുണ്ട്. റഷ്യയിൽ വീണ്ടും വരാൻ നിൽക്കുന്ന ആൾക്കാരുണ്ട് 3 കൊല്ലം കഴിഞ്ഞിട്ട്. അതുപോലെ തന്നെ 2.5 വർഷമായിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളില്ല. പല ആൾക്കാരെയും കമ്പനിയിൽ നിന്നും പോലീസും മൈഗ്രേഷൻ ഓഫീസർ എല്ലാം പിടിച്ചിട്ടുണ്ട്. അവർക്കൊന്നും യാതൊരു തരത്തിലുള്ള പ്രശ്നമില്ല. കാരണം അത് കമ്പനി അതുമായിട്ടുള്ള ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വരികയാണെങ്കിൽ അതൊക്കെ അതിനേക്കാളും വലിയ ഉദ്യോഗസ്ഥരും കാര്യങ്ങളൊക്കെ അതിന്റെ മുകളിലുള്ള ആളുകൾ നോക്കിക്കോളും, എന്താണെന്നുള്ളത് അനുസരിച്ച് അവർ ചെയ്തോളും. അതുകൊണ്ട് നിങ്ങൾ അതൊന്നും ടെൻഷൻ അടിക്കേണ്ട. നിങ്ങളെ കമ്പനിയിൽ വരുന്നത് സ്ട്രൈറ്റ് ഫോർവേഡ് ആയിട്ടാണ് വരുന്നത്. ആ കമ്പനീന്റെ ഡയറക്റ്റ് ഇതായിട്ടാണ് വരുന്നത്. നിങ്ങളുടെ ടാക്സും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിലും അതൊക്കെ കമ്പനിയാണ്, ആ കമ്പനിയാണ് നോക്കേണ്ടത്. നിങ്ങൾ അതിനെക്കുറിച്ച് അതിന്റെ കാര്യങ്ങളൊന്നും അറിയേണ്ട ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾ എന്താക്കുക, വിശ്വാസമുള്ള ആളുകൾ മാത്രമായിട്ട് നിങ്ങൾക്ക് ട്രസ്റ്റബിൾ ഉണ്ടെങ്കിൽ മാത്രം വിശ്വസിച്ച് ചെയ്യുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ എന്തായാലും ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കണം എന്ന് വിചാരിച്ചു. അപ്പം വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു ഇങ്ങനെയുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ട് വീഡിയോയുമായിട്ട് കാണുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ.